വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. എന്തിനാ സന്തോഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ സേഫായിട്ട് കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ആയതുകൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ലക്കിമോനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട് സത്യം. ഞാൻ ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും പിന്നെ അത് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അതിന് പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ സെയിം കളർ ഉടുപ്പൊക്കെ ഇട്ട് എൻ്റെ കൊച്ച് രാവിലെ മുതൽ സന്തോഷിച്ചിരിക്കുക. എന്താവുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമല്ലേ, എല്ലാം സെറ്റാക്കണം. അപ്പം നേരെ നമ്മൾ അംഗൻവാടിയിലോട്ട് പോവുകയാണ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. എൻ്റെ കൊച്ച് ഒരുപാട് പേര് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര വേദനയാതാന്നൊക്കെ. ദൈവമേ കാത്തോണേ. ഗൈസ് അപ്പം ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. എല്ലാവരും എടുത്തിട്ട് പോന്നു. ലക്കിമോൻ്റെ കാര്യത്തിൽ ഇന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ. അങ്ങനെ കരച്ചിലൊക്കെ കേട്ടല്ലോ ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നനച്ചേട്ടൻ അങ്ങനെ അവൻ്റെ ബുക്ക്, ബേബിയുടെ ബുക്കുണ്ട്, അങ്ങനെ ആ ബുക്കൊക്കെ കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ ശാസ്താംകോണത്തെ അംഗൻവാടി കേട്ടോ. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് അവർ കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് നമ്മളെ വിളിച്ചത്. അങ്ങനെ നമ്മളിവിടെ വന്നു. അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പം കുത്തിവയ്പ്പൊക്കെ എടുത്ത് അപ്പം എല്ലാവരും ഒക്കെ പോയി ഒന്ന് നോർമലായിട്ട് വരുവാണ് ലക്കി. പോട്ടെ പോട്ടെ. എൻ്റെ മാത്രം ഞാൻ കേട്ടൂടെ, എന്നോട് ചോദിച്ചായിരുന്നു. കൈയൊക്കെ നല്ല കണക്കണം കേട്ടോ, പനി ഉണ്ടാക്കി. ഗൈസ് അവനെ തൂക്കാൻ കൊണ്ടുപോകണം. വെയിറ്റ് നോക്കിയിട്ട് വാടാ. ആ തൊട്ടില്ലേ കിടക്കത്തില്ല. കഴിഞ്ഞ് ആന്ന് ആതിരാനന്ദ് ലക്കിയുടെ ബുക്ക്. എന്താ എന്താ വേണം, എന്താ വേണം? കുറച്ച് പാരസെറ്റമോൾ ആയാലും കൊടുക്കണം. ഈ അളവ്. അയ്യോ ചേച്ചി, എങ്ങനെ ചേച്ചിന്നെ, എങ്ങനെ ചേച്ചിന്നെ? 3 ഇഞ്ചക്ഷൻ എടുത്തല്ലേ കളെ. എൻ്റെ കൊച്ചു ഡബിൾ സ്ട്രോങ്. എങ്ങനെയാ ചേച്ചിനെ, എങ്ങനെയാ ചേച്ചിനെ, എങ്ങനെയാ? അപ്പോൾ ഗൈസ് വീട്ടിൽ വന്നു. അപ്പം അവനെ ഇഞ്ചക്ഷൻ കുത്തുന്ന ആ ഒരു വീഡിയോ ഒന്നുമില്ല, കാരണം എൻ്റെ മടിയിൽ വെച്ചിട്ടായിരുന്നു 3 ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവരെന്നെ കളിയാക്കി വിട്ട്. ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. എനിക്ക് കണ്ണീരിങ്ങനെ ഒഴുകും. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ സിസ്റ്ററൊക്കെ കളിയാക്കിയിട്ടാണ് പോയത്. ഇനി അടുത്ത മാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ആ സമയത്ത് കരഞ്ഞ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഇവിടെ നിന്ന് അങ്ങ് ഒരുവിധം സെറ്റായി. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വീട്ടിൽ വന്ന ആൾ ഉറങ്ങുക. നമുക്കിപ്പം പാരസെറ്റമോളിൻ്റെ ഒരു എന്താ പറയുക, ഗുളികയല്ല, സിറപ്പ് പോലൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് 6 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കണം. ആൾ ഓക്കെയാണ്, ആൾ കരയാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്ന ആളുകൾ ചിലപ്പം എന്താ പറയുക, അമ്മമാർ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ന്യൂ ബോൺ അമ്മമാരാണെന്നുണ്ടെങ്കിൽ പറയും, ആ ശരിയാ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയും.
അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതൊരു മെമ്മറീസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. നാളെ അവൻ വളർന്നു വരുമ്പോഴും അവനിത് കാണാം. നമ്മൾ ആണെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന് പറയും, എടാ നീ അന്ന് അത്രയും വയസ്സുള്ളായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പം അയ്യോ അത് നമ്മൾ ഇമാജിൻ ചെയ്യും. പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റിയാലോ. അപ്പോൾ ജസ്റ്റ് മെമ്മറി, പിന്നെ ഒരു സന്തോഷം. പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ, സോഷ്യൽ മീഡിയ നമ്മൾ എല്ലാവരും മിക്കുള്ള ആൾക്കാരും യൂട്യൂബും കാര്യങ്ങളും ഒക്കെ കാണുന്നൊരു വ്യക്തികളാണ്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യാൻ നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ നാട്ടുകാരെ നോക്കി ജീവിക്കുന്ന, അതെ ഇത്രയും നാൾ നമ്മൾ നാട്ടുകാരെ നോക്കി ജീവിച്ചില്ലേ, ഇനി നമുക്ക് വേണ്ടി ജീവിക്കേ. അപ്പം എന്താ പറയുക, എല്ലാം സെറ്റായിട്ട് നടന്ന് പിന്നെ എനിക്ക് അംഗൻവാടിയിൽ സാധനങ്ങളുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ആക്കിയിട്ട് നനച്ചായിട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് എനർജി ഇല്ലാതെ സംസാരം എന്ന് പറഞ്ഞാൽ ഞാനും കരഞ്ഞ് അവനും കരഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.